الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ومن الناس من يشتري لهو الحديث ليضل عن سبيل الله بغير علم ويتخذها هزوا أولئك لهم عذاب مهين. وإذا تتلى عليه آياتنا ولى مستكبرا كأن لم يسمعها كأن في أذنيه وقرا فبشره بعذاب أليم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമോപദേശങ്ങൾ ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിലും പാലിച്ചുകൊണ്ട് ഈമാനുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മളടക്കമുള്ള ലോകരാജ്യങ്ങളിൽ ഒരു പന്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ അപൂർവം ചില ആളുകൾ മാത്രമാണ് കളി കാണാത്തവരായിട്ട് ഈ സദസ്സിലുണ്ടാവുക. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില പാഠങ്ങൾ നൽകാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം ഒരിക്കലും കളികളെ നിരോധിച്ചിട്ടില്ല. കളിക്കരുതെന്നോ വിനോദങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല എന്നോ കളി കാണരുത് എന്നൊന്നും ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. നമ്മുടെ ശരീരത്തിന് ആരോഗ്യവും ഉന്മേഷവും ബുദ്ധിയും ഉണ്ടാക്കുന്ന കളികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്യോപ്യക്കാരായ മെയ്യാഭ്യാസം നടത്തുന്ന അഥവാ ആയുധ പരിശീലനം നടത്തുന്ന ചില ആളുകളെ മദീന പള്ളിയുടെ കുറച്ചപ്പുറത്ത് അവരുടെ ആഘോഷം കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അരികിൽ വന്ന് ചോദിക്കുന്നുണ്ട്, ആയിഷ, വളരെ രസകരമായ ചില അഭ്യാസങ്ങളുണ്ട്, നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടോന്ന്.
ആയിഷാ ബീവി പറഞ്ഞു, ഉണ്ട് റസൂലെ, എനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷാ ബീവിയെ കൂട്ടിക്കൊണ്ടു വരികയും പ്രവാചകന്റെ മറവിൽ നിന്നുകൊണ്ട് മഹദി മണിക്കൂറുകളോളം ആ അഭ്യാസ പ്രകടനം കണ്ടത് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയും കുടുംബക്കാരനുമായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ 2 കുട്ടികൾ കളിക്കുന്നത് പ്രവാചകൻ നോക്കി നിന്നിട്ടുണ്ട്. നോക്കി നിൽക്കുക മാത്രമല്ല, ചിലപ്പോഴൊക്കെ അവരുടെ കളി കണ്ട് അവർക്ക് സമ്മാനങ്ങൾ പ്രവാചകൻ വാഗ്ദാനം ചെയ്തു. അവരെ കൊണ്ട് ഓട്ട മത്സരം നടത്തിച്ചതൊക്കെ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. എന്തിനേറെ, ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ തന്റെ ഭാര്യയോടൊപ്പം ഓട്ട മത്സരം നടത്തിയത് ഹദീസിൽ നമുക്ക് കാണാം. ആദ്യം ആയിഷ റളിയല്ലാഹു തആല അൻഹ ജയിക്കണ്. വിവാഹം കഴിഞ്ഞ ഉടനെ, ചെറുപ്പക്കാരിയാണ്. പിന്നെ കുറെ കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ ഒരു നടത്തത്തിനിടയിൽ പ്രവാചകൻ ചോദിക്കേണ്ട, ആയിഷ നമുക്ക് വീണ്ടും ഒരു ഓട്ട മത്സരം നടത്തിയാലോ? നടത്തിയ പ്രവാചകൻ വിജയിക്കാൻ. അതേപോലെ കുതിരയോട്ടം, അമ്പെയ്ത്ത് പരിശീലനം, നീന്തല്, തന്റെ ഭാര്യയോടൊപ്പമുള്ള വിനോദങ്ങൾ, ഇതൊക്കെ ഏർപ്പെടാൻ ഇസ്ലാം പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊക്കെ മലക്കുകളുടെ സാന്നിധ്യമുണ്ടെന്ന് വരെ ഇസ്ലാം പറഞ്ഞു. ഇസ്ലാമിലെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ചില കുബുദ്ധികൾ അവർ ഉന്നയിക്കുന്നത് പോലെ ഇസ്ലാം കളിയെ നിരോധിച്ചിട്ടില്ല. അതിലെ ചില നിയന്ത്രണങ്ങളാണ് ഇസ്ലാം വെച്ചിട്ടുള്ളൂ. ഏതു കളികളിലും ദൈവസ്മരണ ഉണ്ടാകണം. അതിൽ ഹറാമുകൾ കടന്നു വരാൻ പാടില്ല. ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയെ നശിപ്പിക്കരുത്, ഇത്രേ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോ മുഹമ്മദ് സലാഹ് എന്ന് പറയുന്ന ഫലസ്തീനിന്റെ കളിക്കാരൻ, അദ്ദേഹം ഗോളടിക്കുമ്പോ സുജൂദ് ചെയ്യുന്നത് കണ്ട് പല ആളുകളും ഇസ്ലാമിനെ പഠിച്ചിട്ടുണ്ട്. നമ്മള് ന്യൂസിലേക്ക് കണ്ടതാണ്. നീണ്ട താടിയുള്ള ഇസ്ലാമിക ചിട്ടയോടുകൂടി നടക്കുന്ന അദ്ദേഹത്തിന്റെ മനസ്സും നമുക്കറിയില്ല, നമ്മുടെ കാഴ്ചയിലാണ്. ഒരു ദീനി ചിട്ടയോടുകൂടി നടക്കുന്ന ഹാഷിം അംല എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കൻ കളിക്കാരൻ താൻ പോകുന്ന സ്റ്റേഡിയങ്ങളിലേക്കൊക്കെ രാജ്യങ്ങളിലേക്കൊക്കെ ബുർക്കയും പർദ്ദയും ധരിപ്പിച്ചുകൊണ്ട് തന്റെ ഭാര്യയെ കൊണ്ടുപോകുമ്പോ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന ആ രാജ്യത്തിലെ ഒരു മനുഷ്യനും ഹാഷിം അംലയെ ഇന്നുവരെ ഒരു ഭീകരവാദിയോ തീവ്രവാദിയോ ആയി ചിത്രീകരിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തെ ഭീകരവാദി എന്ന് വിളിച്ചത് ചില മറ്റു രാജ്യങ്ങളിലെ ആളുകളാണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ സ്വഭാവവും കണ്ട് അദ്ദേഹം ആ ഒരു ടീമിൽ നിന്നുകൊണ്ട് പ്രബോധനം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രബോധനം കൊണ്ട്, അതുകൊണ്ടാണ് ഞങ്ങള് ദീനിലേക്ക് വന്നത് എന്ന് തന്റെ 3 സഹപ്രവർത്തകർ, സഹകളിക്കാർ അവരെ ഇന്റർവ്യൂ എടുക്കുകയാണ്. ഹാഷിം അംല എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രബോധനത്തിലൂടെയാണ് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതെന്ന്. അല്ലാഹു അഅലം. അതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞല്ല അതിന് മുമ്പുള്ള വേൾഡ് കപ്പാണ് തോന്നുന്നുണ്ട്, ക്രിക്കറ്റിലെ ഇംഗ്ലണ്ട് ടീം ജയിച്ച അന്ന് അവിടെ വിജയാഘോഷത്തിനിടയിൽ ഷാമ്പെയിൻ പൊട്ടിക്കും, ബിയർ പൊട്ടിക്കും. അതിലുള്ള ഇസ്ലാമിക കളിക്കാരോട് മാറി നിൽക്കാൻ അമുസ്ലിമായ ഒരു ക്യാപ്റ്റന് നിർദ്ദേശം കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഞാനതൊക്കെ പറഞ്ഞതിനറിയോ, ഇതൊന്നും ദീനിനെ തെളിവായിട്ട് പറയല്ല. എന്തുകൊണ്ട് അവരോട് എന്ത് ചെയ്തു? മാറി നിൽക്കാൻ പറഞ്ഞു. അവരാ കളിക്കിടയിൽ അവരുടെ ദീൻ അവർ സംരക്ഷിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അവർക്കറിയാം അവിടെ അത് ഉപയോഗിക്കില്ല, അവർക്കത് പാടില്ല. തന്റെ ഐഡന്റിറ്റിയെ, ഇസ്ലാം എന്ന് പറയുന്ന ഐഡന്റിറ്റിയെ സംരക്ഷിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ആ കളികളിലൊക്കെ അവർ ഏർപ്പെട്ടത്. ഇവിടെയാണ് കളിക്കുകയും കളി കാണുകയും ചെയ്യുന്ന ചെറുപ്പക്കാർക്കും സഹോദരങ്ങൾക്കും
പഠിക്കാൻ പ്രിയമുള്ളവരെ പാഠമുള്ളത്. കളി ഒരിക്കലും, നമ്മുടെ വിനോദങ്ങൾ ഒരിക്കലും സൃഷ്ടിച്ച നാഥനെ മറന്നുകൊണ്ടാകാൻ പാടില്ല. ഈ ലഹുവൽ ഹദീസ് അഥവാ വിനോദ വാർത്തകളിൽ, വർത്തമാനങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞെന്താ? വമിനന്നാസി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ, മയ്യശ്തരീ ലഹുവൽ ഹദീസി ലിയുളില്ല അൻ സബീലില്ലാഹി ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസുവാ ഉലൈക ലഹും അദാബും മുഹീൻ. മനുഷ്യരിലുണ്ട് ചില ആളുകൾ, അവരതാ യാതൊരു അറിവും കൂടാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ വഴിപിഴപ്പിക്കുകയും ആ ദീനിനെ, ആ മതത്തെ പരിഹാസമാക്കി തീർക്കുകയും ചെയ്യുവാനായി അവിടതാ വിനോദ വാർത്തകളെ വിലക്ക് വാങ്ങുന്ന ചില ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ഉലൈക ലഹും അദാബും മുഹീൻ, അവർക്കതാ നിന്ദകരമായ ശിക്ഷയുണ്ട്. എന്താ ലഹുവൽ ഹദീസ്? വിനോദ വാർത്തകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് വിശദീകരണം മുഫസ്സിറുകൾ അതിന് നൽകിയിട്ടുണ്ട്. അതില് ഖതാദ റഹ്മഹുല്ല പറഞ്ഞ എന്താ നിങ്ങള്? വമാ യളുറു വലാ യൻഫഉന, ഉപകാരപ്പെടുന്നതിനേക്കാൾ അതുകൊണ്ട് ദോഷമായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ഗുണത്തേക്കാൾ അതിൽ തിന്മ കൂടുതലായിരിക്കും. അതാണ് ഇവിടെ ലഹുവൽ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് ഇമാം ഖതാദ റഹ്മഹുല്ല പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇത് ഈ ഒരു കാര്യങ്ങളിൽ അടങ്ങിയിരിക്കുന്ന 7 അപകടങ്ങളെ പ്രിയമുള്ളവരെ നമുക്ക് വിശദീകരിക്കാം. ഒന്നെന്താ നിങ്ങൾ? ഒന്ന്, ദൈവസ്മരണയിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ടെങ്കിൽ ഹലാല് ഹറാമായിട്ട് മാറും. ഇപ്പൊ കളി കാണാം, ആസ്വദിക്കാം, ഒക്കെ അനുവദനീയാണ്. കളിക്കാം, ഒക്കെ അനുവദനീയാണ്. പക്ഷെ നമ്മുടെ ദൈവസ്മരണ അതിൽ നിന്ന് അകറ്റുന്നുണ്ടോ, അത് അയാളെ സംബന്ധിച്ച് അയാൾക്കത് ഹറാമായിട്ട് മാറി. നമ്മുടെ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ട്, സമയനിഷ്ഠ പാലിക്കാതെ വരികയാണ്, ഖുർആൻ പാരായണം നമ്മൾ ഒഴിവാക്കുകയാണ്, രാത്രി വളരെ വൈകി കളി കണ്ട് സുബഹിന്റെ നമസ്കാരം നമുക്ക് നഷ്ടപ്പെടുകയാണ്, കളി സമയങ്ങളിലെ നമസ്കാരങ്ങൾ നമ്മൾ വൈകിപ്പിക്കുകയാണ്, ജമാഅത്ത് നമസ്കാരങ്ങൾ നഷ്ടപ്പെടുകയാണ് എങ്കിൽ അയാളെ സംബന്ധിച്ച് അയാൾക്ക് എന്താണ്? ആ കളി കാണൽ ഹറാമാണ്. രണ്ടാമത്തത് അമിതാസക്തിയും സമയം പാഴാക്കലുമാണ്. സമയം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട കാര്യമാണ്, വിലപ്പെട്ടതാണ് സമയം. കുറഞ്ഞ സമയത്തിനപ്പുറം 24 മണിക്കൂറും ഇതിന്റെ പിന്നാലെ നമ്മൾ ഓടാൻ പാടില്ല. ഇന്നത് കേവലം കളി സമയങ്ങളിൽ മാത്രം ഒതുങ്ങല്ല. പിന്നെന്താണ്? കളി കഴിഞ്ഞാല് മണിക്കൂറുകളോളം ആ കളിയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ്. പിന്നെ തർക്കങ്ങളാണ്, 2 ഫാൻസുകൾ തമ്മിലുള്ള തർക്കമാണ്. പിന്നെ ഇത് റബ്ബ് നമുക്ക് നൽകിയ ആയുസ്സിനെ, സമയത്തെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാണ്. അതാ ഖുർആൻ പറഞ്ഞ എന്താ നിങ്ങൾ? അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളെ സംബന്ധിച്ച് വഇദാ തുത്ല അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദനൈഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്കത് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ വല്ലാ മുസ്തക്ബിറൻ കഅല്ലം യസ്മഅഹാ, അവിടെതാ ഗർവ് നടിച്ചുകൊണ്ട് അവിടെ കേട്ടിട്ടില്ലാത്തത് പോലെ തിരിഞ്ഞു പോകും. നിസ്കാരത്തിന്റെ സമയമായി എന്ന് പറഞ്ഞാല് അവിടെ കാണൂല, കേൾക്കൂല. അവർക്കതൊന്നൊരു പ്രശ്നമല്ല. നമസ്കാരം നഷ്ടപ്പെടാന്ന് മനസ്സിലായാല് അവിടെ എന്ത് ചെയ്യും? അവർ വല്ല മുസ്തക്ബിറൻ, അഹങ്കാരത്തോട് ഗർവ് നടിച്ചിട്ട് അതൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്നുള്ള നിലക്ക് അവർ ഇങ്ങനെ തിരിഞ്ഞു കളയും. അവരുടെ കാതുകളില് എന്തോ ഒരു അടപ്പുള്ളത് പോലെയാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാല് ആ സമയത്ത് ബാങ്ക് കേട്ടു, അവന്റെ ബാങ്ക് അവന്റെ കാതുകളിൽ കേൾക്കാത്തത് പോലെ എനിക്ക് തോന്നുന്നു. അതൊന്നും ഒരു പ്രശ്നമല്ല ബാങ്കൊന്നും. അവർക്ക് ഫബശ്ശിറുഹു ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, കളികളും വിനോദങ്ങളും തമാശകളൊക്കെ നമുക്കാവാം, പക്ഷെ അത് പടച്ച റബ്ബിനെ മറന്നുകൊണ്ടുള്ളതാകാൻ പാടില്ല. ഹറാമുകളിൽ മുഴുകിക്കൊണ്ടുള്ള കളിയാകരുത്. നമ്മുടെ ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള കളിയാകരുത്. ദൂർത്തിനും കലാപങ്ങളിലേക്കും ഫിത്നകളിലേക്കും ഒരിക്കലും
പ്രിയമുള്ളവരെ നമ്മുടെ കളികളും അതൊന്നും മാറിപ്പോകാൻ പാടില്ല. ഇത് മാത്രമാണ് അല്ലെ മുസ്ലിം ഉമ്മത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ കളിക്കണ്ടാന്നോ അല്ലെ കളി കാണണ്ടാന്നോ, മറിച്ച് കളിയുടെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, കളിയുടെ പേരിൽ നാട്ടിൽ ഫിത്നകൾ ഉണ്ടാകാൻ പാടില്ല, കലാപങ്ങൾ ഉണ്ടാകാൻ പാടില്ല, മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകാൻ പാടില്ല, മനുഷ്യൻ കൊലപാതകങ്ങളിലേക്ക് എത്താൻ പാടില്ല, ആത്മഹത്യയിലേക്ക് എത്താൻ പാടില്ല. ചേരി തിരിഞ്ഞ് ഫാൻസിന്റെ കയ്യാങ്കളികളും ലക്ഷങ്ങൾ മുടക്കിയുള്ള ഫ്ലക്സുകളും കട്ടൗട്ടുകളും ഇത് വേണ്ടാന്ന് ആര് പറഞ്ഞിട്ടുള്ളൂ? മുസ്ലിം ഉമ്മത്തിലെ നേതാക്കന്മാർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളൂ. നോക്കി, ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങുന്നതിന് മുമ്പ് പോലും കേരളത്തിലെ ഒരു പ്രദേശത്ത് 2 ഫാൻസുകാർ തമ്മിൽ കയ്യാങ്കളി ഉണ്ടായി അല്ലെ, ശക്തമായ അടിയടക്കാണ്. മാത്രമല്ല 1000 രോഗികൾ കണ്ണീരോടെ ജീവിക്കുന്ന കേരളക്കരയിൽ പേരറിയാത്ത അസുഖങ്ങൾ വ്യാപിക്കുന്ന നമുക്കിടയിൽ ഒരു ദിവസത്തെ ഡയാലിസിസിന് വേണ്ടി നമ്മുടെ മുന്നിലേക്ക് കൈനീട്ടുന്ന പാവപ്പെട്ട രോഗികൾക്കൊരു ചില്ലി ക്യാഷ് പോലും കൊടുക്കാതെയാണ്, അവരെ കണ്ടില്ല എന്നും കേട്ടില്ല എന്നും നടിച്ചിട്ടാണ് ലക്ഷങ്ങൾ മുടക്കിയാണ്ട് 700 അടിന്റെയും 800 അടിന്റെ ഒക്കെ ഫ്ലക്സ് കട്ടൗട്ടുകൾ വെക്കുന്നത്. അത് മുറിഞ്ഞു പോയപ്പോ വീണ്ടും 10,000 മുടക്കുകയാണ് അതിനു വേണ്ടിയിട്ട്, അത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി. അപ്പൊ ഈ ഉള്ളവന്റെ അല്ലെ തൊട്ടടുത്ത പ്രദേശത്താണ് 800 അടി, ലോകത്തിലെ വേൾഡിലെ തന്നെ വലുത് എന്ന് പറയുന്നത്, വേൾഡിലെ തന്നെ ഏറ്റവും നീളം കൂടിയെന്ന് പറയുന്നുണ്ട്. അല്ലാഹു അലം 800 അടിയോളം നീളമുള്ള അല്ലെ ഫ്ലക്സുകൾ വെച്ചേക്കാണ് ഫാൻസുകൾ. ചില ആളുകൾ ചോദിക്കേണ്ടല്ലോ, ചില ആളുകൾ ചോദിക്കാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങളും മതപ്രഭാഷണത്തിന് ഫ്ലക്സും പോസ്റ്ററൊക്കെ നിങ്ങളും അടിക്കണില്ലേ? അപ്പൊ അത് തെറ്റല്ലേ എന്ന്, അത് പാപങ്ങൾ കൊടുത്തൂടെ? ഇതുപോലെയാണോ പ്രിയമുള്ള സഹോദരങ്ങൾ ടീമിന്റെ ഫ്ലക്സും കളിക്കാരന്റെ കട്ടൗട്ടും വെക്കുന്നത്? അല്ലെ, മതപ്രഭാഷണത്തിന്റെ ഫ്ലക്സും പോസ്റ്ററും ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കാനുള്ളതാണ്. ആ ഒരു ഫ്ലക്സും ആ ഒരു പോസ്റ്ററും കണ്ട് ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാലുള്ളത് എന്താ അല്ലെ, അയാൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയാണ്? ഈ ദുനിയാവും അതിലുള്ളതൊക്കെ ലഭിക്കുന്നതിനേക്കാൾ ഹൈറാണ്. ഒരു മാസത്തെ കളിക്ക് വേണ്ടി ഏതെങ്കിലും ഒരു താരത്തിന്റെ കട്ടൗട്ടും ഫ്ലക്സും വെച്ചതുകൊണ്ട് ലോകത്തിന് എന്ത് നേട്ടമുള്ളത്? സമൂഹത്തിന് എന്ത് ഗുണം അതുകൊണ്ടുള്ളത്? എന്നാൽ 250ന്റെ ഫ്ലക്സ് ഒരു മതപ്രഭാഷണത്തിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കി, ആ ഒരു പ്രഭാഷണത്തിലേക്ക് ഏതെങ്കിലും ഒരാളത് കണ്ടു വന്നാൽ ഈ ദുനിയാവും അതിലുള്ളതൊക്കെ കിട്ടുന്നതിനേക്കാൾ ഹൈറാണ് പഠിപ്പിച്ചത്. അതിനുവേണ്ടി പണം ചെലവാക്കുന്നത് പോലെയാണോ പ്രിയമുള്ളവരെ അല്ലെ ഇത്തരം അല്ലെ തോന്നിവാസങ്ങൾക്ക് പണം ചെലവാക്കാന്നുള്ളത്? ഇതിനു വേണ്ടി പണം ചെലവാക്കുന്ന ആളുകള് ചിലപ്പോ ഇന്നുവരെ, ഞാൻ കുറ്റപ്പെടുത്തല്ലോ, ഇന്നുവരെ ഒരു 10 രൂപ പോലും മനസ്സറിഞ്ഞ ഒരു പള്ളി കൊടുത്തിട്ടുണ്ടാവില്ല. ഓല പരിസംഖ്യകള് മുടങ്ങിയിട്ട് കാലങ്ങളായിട്ടുണ്ടാവും. ഒരു മതപ്രഭാഷണത്തിന്, ഒരു ദീനീ പ്രോഗ്രാമിന് ഒരു 100 500 ചോദിച്ചാല് പ്രാരാബ്ദത്തിന്റെ 100 കൂട്ടം കണക്കുകൾ അവർക്ക് എണ്ണി പറയാനുണ്ടാവും. എന്നാൽ ജയിച്ച ടീമിന്റെ പേരിൽ പായസം വിതരണം ചെയ്യാനും അതേ കളറുള്ള ലഡു കൊടുക്കാനൊന്നും അതിലൊന്നും 1000ന്റെയും 10,000 അല്ലെ ഒന്നും ഒരു പ്രശ്നമല്ല. അതിന് പടക്കം പൊട്ടിക്കാനൊക്കെ സജീവമായിട്ടുണ്ടാവും. അവിടെ ഒരു പ്രാരാബ്ദം ഉണ്ടാവില്ല. ഞാനിത് ആരെയും ആക്ഷേപിക്കാനോ കുറ്റപ്പെടുത്താനോ പറയല്ല. കൈവിട്ടു പോയി പ്രിയമുള്ളവരെ ചില രംഗത്തെ ചില ആളുകളുടെ ഇടപെടലുകൾ വളരെ ഗൗരവമായി നമ്മൾ ആലോചിക്കണം. നമ്മൾ അത്തരം തിന്മകളിൽ നമ്മൾ ഉണ്ടാകാതിരിക്കുക. അതോടൊപ്പം ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മൾ ചിന്തിക്കേണ്ട എന്തറിയോ? രാത്രി 2:30 വരെ അല്ലെങ്കിൽ 1 മണിക്കും 12 മണിക്കും 3 മണിക്കൊക്കെ ഉറക്കമൊഴിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇന്നുവരെ ഒരു 2 റക്അത്ത് ഖിയാമുൽ ലൈലോ തഹജ്ജുദോ നിസ്കരിക്കാൻ കഴിയാത്തവരാണോ ഇത് കാണുന്ന ഞാനും നിങ്ങളും എന്ന് നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് ആലോചിക്കാം. സുബഹിന്റെ ജമാഅത്തിന്റെ വിഷയത്തിൽ നമുക്ക് എത്രത്തോളം അതിൽ സൂക്ഷ്മത പാലിക്കാൻ പറ്റുന്നുണ്ട്? ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈമാനിനെന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മനസ്സിലെവിടെയോ കുഫർ അടിഞ്ഞുകൂടിയിട്ടുണ്ട്, നിഫാഖ് കടന്നുകൂടിയിട്ടുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏതു പ്രതിസന്ധിയിലും, ഏതു വിനോദങ്ങളിലും, ഏതു സന്തോഷങ്ങളിലും നമ്മുടെ ഈമാനും നമ്മുടെ ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയും മുറുകെ പിടിക്കുന്ന, ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇതിലൂടെ വരുന്ന മൂന്നാമത്തെ അപകടമാണ് എന്തരങ്ങൾ? താരാരാധന. ഒരു വ്യക്തിയെ ആരാധിക്കുക. ഇന്ന് മിക്ക പള്ളികളിൽ നോക്കി, മിക്ക പള്ളികളിലും നിസ്കരിക്കാൻ വേണ്ടത് നെയ്മറും മെസ്സിയും റൊണാൾഡൊക്കെയാണ്. അവരുടെ ജെയ്സി ധരിച്ചിട്ടാണ് പല ആളുകളും പള്ളിയിലേക്ക് വരുന്നത്. ചില കളിക്കാരുടെ കളി കണ്ട് നമുക്ക് ഇഷ്ടപ്പെടാറുണ്ട്. ആ നിലക്ക് അവരെ ഇഷ്ടപ്പെടാന്നല്ലാതെ അതിൻ്റെ അപ്പുറം ഒരു താരാരാധന, അത് പ്രവാചകന്റെ ചര്യക്കെതിരാണ്. വിരോധിക്കപ്പെട്ട പലതും കളിക്കാരുടെ ജീവിതത്തിൽ നിന്ന് പലരും മാതൃകയാക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ തലയുടെ ചില ഭാഗങ്ങൾ വടിച്ചുകാണ്ട് ചില ഭാഗങ്ങൾ ഇങ്ങനെ നീട്ടിവെക്കും. അതിനെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കുട്ടി എന്ത് ചെയ്തു? ഒരു കുട്ടി ഇങ്ങനെ തലയുടെ പകുതി ഇങ്ങനെ വടിച്ചിട്ട് പ്രവാചകന്റെ മുന്നിലേക്ക് വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? നമ്മളെന്താ പറയാ, ചെറിയ കുട്ടിയല്ലേ എന്നറിയാം. ചെറിയ കുട്ടിയല്ല, അതിനിപ്പോ എന്താ, വലിയ ആളൊന്നുമല്ലല്ലോ. പക്ഷെ പ്രവാചകൻ ആ കുട്ടിയെ കണ്ട പറഞ്ഞ എന്താ അറിയോ? ആ കുട്ടിയെ കണ്ടവൻ പറഞ്ഞത് ഇഹ്ലിഖൂഹുക്കുല്ല ഔ ഇത്റുകൂഹുക്കുല്ല. ഒന്നെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട് വടിച്ചു കളയാം. സൈഡ് ഇങ്ങനെ മാത്രം വടിച്ചുകാണ്ട് മുടി ഇങ്ങനെ കുറച്ച് വെക്കുക, അതല്ല. ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടും വടിച്ചു കളയാ, അല്ലെങ്കിൽ എന്ത് ചെയ്യാ, അത് വളരാൻ വിട്ടോ. മുടി വളർത്തുന്ന ആളുകളുണ്ട്, മുടി വളർത്തൽ തെറ്റൊന്നുമില്ല. പക്ഷെ ആ വളർത്തൽ ആരെ റോൾ മോഡൽ ആക്കുന്നുണ്ടെന്നുള്ളതാണ് കാര്യം. ആരെയാണ് നമ്മൾ റോൾ മോഡൽ ആക്കുന്നത്? അതല്ല നമ്മുടെ ഭംഗിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ശരി. ഏതെങ്കിലും ഒരു താരത്തെ ആ താരാരാധന മൂത്തിട്ടാണ് നമ്മൾ അത് വളർത്തുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ രൂപത്തിൽ വെട്ടുന്നതെങ്കിൽ അത് തെറ്റാണ്. കസ ഒരിക്കലും പാടില്ല. പൊടി സൈഡ് ചുരണ്ടിങ്ങാണ്ടുള്ള അതൊരിക്കലും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നാലാമത്തെ വിഷയം എന്താ? നാലാമത്തത് അതേപോലെ നേരത്തെ പറഞ്ഞു, ധൂർത്തും ദുർവ്യയവും ഇതിലൂടെ കടന്നു വരുന്നുണ്ട്. വീട്ടിലെ ആവശ്യങ്ങൾ പറഞ്ഞാൽ പ്രാരാബ്ദം പറയുന്ന ആളുകൾ ഇതിനു വേണ്ടി പണം ചെലവാക്കുന്നുണ്ട്. ആവശ്യക്കാർ വന്നാൽ അവരെ വെറുതെ മടക്കി അയക്കുന്ന ആളുകളുണ്ട്. പ്രയാസപ്പെടുന്നവർക്ക് നേരെ കണ്ണു ചിമ്മുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകള് ഫ്ലക്സ് വെക്കാനൊക്കെ 10,000ങ്ങളും 1000ങ്ങളും അവർ തുലക്കാണ്. 1000ങ്ങൾ അതിനു വേണ്ടി തുലക്കുന്നുണ്ട്. ഒല തുബദിർ തബ്ദീറാന്നാണ്. നിങ്ങൾ ദൂർത്ത് കാണിക്കാൻ പാടില്ല. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്വീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. തീർച്ചയായും ദൂർത്ത് കാണിക്കുന്ന ആളുകള് അവർ കാനൂ ഇഖ്വാന ശയാത്വീൻ, അവർ ശൈത്വാന്റെ മിത്രങ്ങളാണ്, ശൈത്വാന്റെ സഹോദരങ്ങളാണ്. ആര്? ഈ ദൂർത്ത് കാണിക്കുന്ന ആളുകൾ. പ്രവാചകൻ സാസം പറഞ്ഞൂല്ലേ, നിങ്ങൾക്ക് ഇന്നല്ലാഹു ഹറമ അലൈക്കും, നിങ്ങളെ മേൽ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞു, മാതാപിതാക്കളെ ധിക്കരിക്കുക, പെൺകുട്ടികളെ കുഴിച്ചു മൂടുക, വമൻ അൻ വഹാത്തിൻ വകരിഹ ലക്കും ഖീല വഖാൽ വകസ്റത്തു സുആൽ. അതിൽ പറഞ്ഞാണെന്ത്? വഇളാഅത്തുൽ മാൽ. ധനം വെറുതെ ചെലവാക്കുക, അനാവശ്യമായിക്കൊണ്ട് പണം ചെലവാക്കുക. ഇതൊക്കെ ഇതിലൂടെ കടന്നുവിടുന്ന ദുർവ്യയങ്ങളാണ്. അഞ്ചാമത്തത് ശബ്ദകോലാഹലങ്ങളാണ്. ഇതൊക്കെ ഇസ്ലാം നിബന്ധന വെച്ചിട്ടുണ്ട്. കളി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഫാൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണ്, ആർപ്പുവിളികളാണ്, അട്ടഹാസങ്ങളാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. ഇതൊക്കെ ഇസ്ലാം വെച്ച നിബന്ധനയാണ്. ഇതൊക്കെ അമിതമായ ശബ്ദങ്ങൾ പാടില്ല. അതിലൂടെ എന്ത് ചെയ്യുന്നറിയാം? അതിലൂടെ നിങ്ങൾ നിങ്ങൾ ചെയ്ത അമലുകൾ എന്ത് ചെയ്യും? അതിലൂടെ നഷ്ടപ്പെട്ടു പോകും. നമ്മളെ നിസ്കാരം, നമ്മുടെ നോമ്പൊക്കെ അതിലൂടെ നഷ്ടപ്പെടുകയാണ്, ബാത്തിലാകുകയാണ്. അതേപോലെയാണ് എന്ത്? ആറാമത്തെ ഒരു കാര്യമാണ് ബെറ്റ് വെക്കുക, ചൂതാട്ടങ്ങൾ. ഇന്ന ടീം ജയിച്ചാൽ ഇത്ര ഉറുപ്പ്യ, ഇന്റെ ടീമാണ് ജയിക്കില്ലേ, ഇജ്ജ് തോറ്റിലെ ഇജ്ജ് മൊട്ടടിക്കുമെന്നൊക്കെയാണ്. പെൺകുട്ടികൾ വരെ, നിങ്ങൾ കണ്ടില്ലേ ന്യൂസിൽ, പെൺകുട്ടികൾ വരെ പറയാണ് ഇന്ന ടീം തോറ്റാല് ഞാൻ മൊട്ടടിക്കുമെന്ന്. എന്റെ ഗൗരവമാണില്ലേ? ആണുങ്ങൾ സാധാരണ പറയലുണ്ട്,
പെൺകുട്ടികൾ വരെ ഒരു ന്യൂസ് ചാനലിന്റെ മുന്നിൽ വന്നിട്ട് പറയാണ്, എന്റെ ടീം തോറ്റാൽ ഞാൻ മൊട്ടടിക്കുന്നു, അല്ലെ? പൈസക്ക് ബെറ്റ് വെക്കുക, അല്ലെ? തർക്കങ്ങള്, ശത്രുത, കളിയുടെ പേരിൽ അനാവശ്യമായ തർക്കങ്ങള്, പിന്നെ അത് ശത്രുതയായിട്ട് മാറുക. പ്രവാചകൻ പറയാണല്ലേ, അനസഈമും ബിബൈത്തിൻ ഫീ റബദിൽ ജന്ന, സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീടുണ്ട്. ആർക്കെന്നറിയോ? ആർക്ക്? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിക്ക. ന്യായം എന്റെ ഭാഗത്താണെന്ന് അറിയാം, അല്ലെ? എന്റെ ഭാഗത്താണ് ന്യായം എന്നറിഞ്ഞിട്ട് തർക്കം ഒഴിവാക്കുന്ന ഒരാള്, അല്ലെ? പരസ്പരം അങ്ങോട്ട് ഭയങ്കര തർക്കാണ്, പക്ഷെ അയാൾക്ക് മനസ്സിലായി ന്യായം എന്റെ ഭാഗത്താണ്. അയാളെ തർക്കം ഒഴിവാക്കി. ശരി, ഇജ്ജ് പറഞ്ഞ തന്നെ ശരി എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്തു? അയാള് ആ തർക്കത്തിൽ നിന്ന് മാറി. അയാൾക്ക് സ്വർഗത്തിന്റെ മധ്യത്തിൽ ഒരു വീട് തരാന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇത്തരം വിഷയത്തിൽ നമ്മുടെ നിലപാടുകളെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇതിന്റെ അപകടങ്ങളെ നമ്മൾ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതല്ലാത്ത നിലയ്ക്ക് നമുക്ക് കാണാം, കളിക്കാം, ആസ്വദിക്കാം. അതിനൊന്നും ഇസ്ലാം ഒരിക്കലും പ്രിയമുള്ളവർ എതിരു പറഞ്ഞിട്ടില്ല. വല്ലദീനഹും അനിൽ ലഅ്വി മുഅ്രിദൂൻ ശുദൂറാനായതൻ. അതേപോലെ തന്നെ വല്ലദീന ലാ യശ്ഹദൂന സൂറ വഇദാ മർറൂ ബിൽ ലഅ്വ്. അവർ വിനോദങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ എന്ത് ചെയ്യും? അവര് മർറൂ കിറാമ എന്നാണ്, അവർ ഒഴിഞ്ഞു മാറുന്നല്ല, മർറൂ കിറാമ, മാന്യന്മാരായിട്ട് പോകും. കളി കാണുന്നുണ്ടോ? മാന്യമായിട്ട് കാണുക. കളിക്കണുണ്ടോ? മാന്യമായിട്ട് കളിക്കുക. അതിലൂടെ ഹറാമുകൾ, ഇത്തരം തിന്മകൾ കടന്നു വരാതിരിക്കാൻ നല്ല ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു വിഷയത്തിലും ഇസ്ലാമിന്റെ നിലപാട് കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോഴും പ്രിയമുള്ളവരെ, ഒരു ഇസ്ലാമിന്റെ ഐഡന്റിറ്റി അത് നമ്മൾ കൃത്യമായി സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് നമ്മൾ പകർന്നു കൊടുക്കുക. പ്രത്യേകിച്ച് ടൂറൊക്കെ പോണ സമയത്ത് പല ആളുകൾക്കും നിസ്കരിക്കാൻ മടിയിക്കാരം. കാരണം കൂട്ടത്തിൽ എന്തുണ്ടാവും? കൂട്ടത്തിൽ പല മതത്തിൽപ്പെട്ടവരുണ്ടാവും. അപ്പൊ നമ്മുടെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുക, അത് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അപ്പൊ നിസ്കരിക്കാൻ മടിയുള്ള ഒരാൾ കൂട്ടത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നവരും, നമ്മൾ നിസ്കരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഓലും ബാക്കിൽ വന്ന് നിൽക്കും, അല്ലെ? അവർക്ക് മടിയിക്കാരം, പക്ഷെ അവര് നമ്മൾ നിസ്കരിക്കണ കാണുമ്പോൾ അവർ ബാക്കിൽ വരും. അങ്ങനെ ഒരു ഏത് രംഗത്തും ഒരു റോൾ മോഡലാകാൻ, ദീനിന്റെ ആ ഒരു കാര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഇടപെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ, മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയും വന്ന എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഅഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. അല്ലാഹു അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗത്തിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്